ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് ജപ്പാനിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ടെമ്പിൾ ഇൻ ടോക്കിയോ എന്നറിയപ്പെടുന്ന അസകുസയിലെ സെൻസോജി ടെമ്പിളിലേക്കാണ് കേട്ടോ. ഇതിന് അസകുസ കെനോൺ ടെമ്പിൾ എന്നും പറയും. ഇതാണ് ടെമ്പിളിലേക്കുള്ള ഫസ്റ്റ് ഗേറ്റ്. അതിന് പറയുന്നത് കമിന റിമോൺ അഥവാ തണ്ടർ ഗേറ്റ് എന്നാണ്. ഈ ഗേറ്റ് കയറി അകത്ത് മെയിൻ ഹാളിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മൾ ഈ കയറി ചെല്ലുന്നത് ഒരു സ്ട്രീറ്റിലേക്കാണ്. അതിന് പറയുന്നത് നക്കാമിസെ ഡോറി സ്ട്രീറ്റ് എന്നാണ്. സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് വിൽക്കുന്ന ഷോപ്സും ഡൈനിങ് പ്ലേസസും കാണാം. പല ടൈപ്പ് ഫുഡ്, ഏൻഷ്യൻ ട്രഡീഷണൽ ഐറ്റംസ്, ഹോം ഡെക്കോർസ്, ബാഗ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ വിൽക്കുന്ന കുറേ കാഴ്ചകൾ. അതുപോലെ തന്നെ നല്ല തിരക്കും കൂടിയുള്ള സ്ട്രീറ്റാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് സെക്കൻഡ് ഗേറ്റ്. ഇവിടെ സൈഡിൽ ഒരു നല്ല ഭംഗിയുള്ള 5 സ്റ്റോറി പഗോഡ കാണാം. ഇവിടുത്തെ ഒരുവിധം ബുദ്ധിസ്റ്റ് ടെമ്പിൾസിൽ അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചറൽ ടവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് 5 സ്റ്റോറി പഗോഡ. മെയിൻ ഹാളിലേക്ക് കയറുന്നതിന് മുന്നേ അവിടെ ഒരു വാട്ടർ ബേസിൻ ഉണ്ട്. അതിന് പറയുന്നതാണ് ടെമിസൂയ. അതിൽ നമ്മുടെ കൈ കഴുകിയാണ് പോവുക. സംഭവം സിംബോളിക്കലി നമ്മൾ സെൽഫ് പ്യൂരിഫൈ ആയി വേണം അമ്പലത്തിലേക്ക് കയറാൻ. അതാണല്ലോ രീതി. ഇവിടെയും അതെ,
ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുന്നേ ഈ വാട്ടർ ബേസിനിൽ കൈ കഴുകിയിട്ടാണ് എല്ലാവരും അകത്തേക്ക് പോവാറ്. അത് കഴിഞ്ഞ് ഹാളിൻ്റെ പുറത്ത് മുന്നിൽ വലിയൊരു ബർണറിൻ്റെ ചുറ്റും ആൾക്കാരുടെ തിരക്കായിരിക്കും കാണുക. ഈ വലിയ ബർണറിന് പറയുന്നത് ജോക്കോറോ എന്നാണ്. ബർണറിലെ ഈ സ്മോക്ക് നമ്മുടെ ബോഡി ആൻഡ് സോൾ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു സീക്രട്ട് സ്മോക്ക് ആണെന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. അത് കഴിഞ്ഞ് നമ്മൾ കയറി ചെല്ലുന്നത് പ്രാർത്ഥിക്കുന്ന ഈ മെയിൻ ഹാളിലേക്ക്. ഈ ടെമ്പിളിൻ്റെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി ഉണ്ട്. സുമിത റിവറിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്നിരുന്ന 2 പേരുടെ വലയിൽ ഒരു സ്റ്റാച്ചു കുടുങ്ങി. പിന്നെ അത് അവലോകിതേശ്വര ബോധിസത്വയുടെ സ്റ്റാച്ചു ആണെന്ന് അവിടുത്തെ ഗ്രാമതലവന് മനസ്സിലായി. പിന്നീട് അദ്ദേഹം അന്ന് തൊട്ട് ബുദ്ധിസം ഫോളോ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ വീട് ഒരു ടെമ്പിളാക്കി റീമോഡൽ ചെയ്ത് മാറ്റി അവിടെ ആ സ്റ്റാച്ചു പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പക്ഷേ കുറച്ചു കാലത്തിനു ശേഷം ഒരു ബുദ്ധിസ്റ്റ് പ്രീസ്റ്റ് വന്ന് ഈ സ്റ്റാച്ചുവിന് ചുറ്റും ഒരു ഹാള് പണിതു. അതുകൊണ്ട് ഈ ടെമ്പിളിലെ മെയിൻ പ്രീസ്റ്റിന് പോലും ആ സ്റ്റാച്ചു കാണാൻ പറ്റില്ല. ടെമ്പിളിലെ പിന്നെ അതിന് സമം അതുപോലത്തെ വേറൊരു സ്റ്റാച്ചു പണിതു. അതുകൊണ്ട് ഈ ടെമ്പിളിൽ ഇപ്പോൾ കാണുന്നത് ഒറിജിനൽ സ്റ്റാച്ചുവിൻ്റെ കോപ്പിയാണ്. അതാണ് എല്ലാവർക്കും കാണാനും പ്രാർത്ഥിക്കാനും പറ്റുള്ളൂ. ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരുപാട് ലോക്കൽ സ്ട്രീറ്റ് ഫുഡാണ് ഈ കാണുന്നതെല്ലാം. പല ടൈപ്പ് മീറ്റിൻ്റെ കുറേ സ്നാക്സ്, പിന്നെ വെറൈറ്റി ഐസ്ക്രീംസ്, ഫ്രൈഡ് ചിക്കൻ, ഫിഷിൻ്റെ കുറേ ഐറ്റംസ്, അങ്ങനെ കഴിക്കാനുള്ള ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് കാണാം. വേണ്ടവർക്ക് അത് മേടിച്ച് കഴിക്കാം.
ഇതാണ് ഓമിക്കുജി. ഇതും ജപ്പാനിലെ ഒരുവിധം ബുദ്ധിസ്റ്റ് ടെമ്പിൾസിൽ കാണാൻ പറ്റും. ഇതൊരു റിട്ടേൺ ഫോർച്യൂൺ ആണ്. സ്റ്റീലിൻ്റെ ഒരു ബോക്സ് കാണാം. അത് നന്നായി കുലുക്കി അതിൽ നിന്നൊരു ചോപ്സ്റ്റിക് പോലെ ഒന്ന് എടുത്ത് അതിലൊരു നമ്പർ കാണും. ആ നമ്പറുള്ള ബോക്സ് തുറന്നാൽ അതിനകത്ത് കുറേ പേപ്പേഴ്സ് കാണും. അതിൽ നിന്ന് നമ്മളൊരു പേപ്പർ എടുക്കണം. അതായിരിക്കും നമ്മുടെ ഫോർച്യൂൺ. അത് നല്ലതും ആവാം, ചിലപ്പോൾ മോശവും ആവാം. ഗുഡ് ഫോർച്യൂൺ ആണെങ്കിൽ നമുക്കത് കൊണ്ടുപോകാം, വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വെക്കാം. അതല്ല ബാഡ് ഫോർച്യൂൺ ആണെങ്കിൽ നമ്മൾ ഇവിടെയുള്ള സ്റ്റാൻഡിൽ ഇതുപോലെ ടൈ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ഇതുപോലെ കെട്ടി വെക്കാം. ഇവിടുത്തെ അമ്പലത്തിൽ പെൺകുട്ടികൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സാണ് കിമോനോ. നമ്മുടെ നാട്ടിൽ നമ്മൾ സെറ്റുമുണ്ട് സാരിയൊക്കെ ഉടുത്തു പോകാൻ ഇഷ്ടപ്പെടുന്നത് പോലെയാണ് ഇവിടെ ഇവരുടെ ട്രഡീഷണൽ അറ്റയർ. കിമോനോ ഇവിടെ റെന്റിനും അവൈലബിൾ ആണ്. പിന്നെ അവിടെ ടെമ്പിൾ പ്രിമൈസസിൽ ചുറ്റും കാണാൻ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളായിരുന്നു. സ്ട്രീറ്റിൽ മാജിക് ഷോ, ബ്യൂട്ടിഫുൾ വാട്ടർഫോൾ, പിന്നെ വേറെയും കുറേ ചെറിയ ടെമ്പിൾസ് ഒക്കെ ആയിരുന്നു ചുറ്റും കാണാം. ഇതെല്ലാം നടന്ന് കണ്ട് ഫോട്ടോസ് എല്ലാം എടുത്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ ഡേ അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു സെൻസോജി ടെമ്പിളിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും എനിക്ക് ഒരുപാട് വാല്യുബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയി ഞാൻ വരുന്നവർക്കും സ്റ്റേ ട്യൂൺ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ കൂടുതൽ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ഇൻ ടച്ച്. ഓക്കെ, ബൈ.